ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാണ്. ഇതിനോടൊപ്പം തന്നെ അടുത്ത ആഴ്ച വരുന്ന വിശേഷവും കൂടെ ഞാൻ കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വൈജ കൈതയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ശിവനുണ്ട് അവിടെ. അപ്പൊ ശിവൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. നാളെ ഇനി നമ്മുടെ ശിവൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അലീന ഇവിടെ എത്തിയതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രനും മനുവും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് വൈജ പറഞ്ഞപ്പം അതൊന്നും അല്ലടി, അതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്, അത് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ശിവേട്ട ടെൻഷൻ അടുപ്പിക്കാതെ, മനുഷ്യൻ മാക്സിമം ടെൻഷൻ അടിച്ചിപ്പോ നിൽക്കുക, ടെൻഷൻ അടുപ്പിക്കരുത് തന്നെ. എന്താന്ന് വെച്ചാൽ ഒന്ന് തുറന്നു പറയാൻ പറയുമ്പം നിന്റെ അച്ഛനില്ലേ, നമ്മുടെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ ചെയ്ത കാര്യം എന്താണെന്ന് നിനക്കറിയാലോ. കുഞ്ഞിരാമ മേനോനാ അലീന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ പൊന്നു ശിവേട്ടാ, അതൊക്കെ എനിക്കറിയാം. എൻ്റെ അച്ഛനും നമ്മുടെ അച്ഛൻ തന്നെയാണ് ഇങ്ങോട്ട് അലീനയെ കൂട്ടിക്കൊണ്ട് വന്നത്. അവൾ വലിയ ശീലാവതിയാണെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാലേ നിനക്ക് തെറ്റി. കുഞ്ഞിരാമ മേനോന്റെ കളിയൊന്നും അല്ല ഇത്. നമ്മുടെ അച്ഛനെ കയ്യിലെടുത്തത് ആരാണെന്ന് അറിയാമോ? നിന്റെ ഭർത്താവ് ബാലചന്ദ്രനടി നമ്മുടെ അച്ഛനെ കയ്യിലെടുത്തത്. എന്താ ഏട്ടാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നടി ബാലചന്ദ്രൻ. നീ എന്താ വിചാരിച്ചത്? നിന്റെ ഭർത്താവ് നല്ല ഡീസന്റ് ആണെന്നോ? അയാളുടെ സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്നാണ് ഇപ്പം അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ അലീന ആരാണെന്ന് നിനക്കറിയാമോ? അലീന വേറെ ആരുമല്ല, ബാലചന്ദ്രന് 22 വർഷം മുമ്പുണ്ടായിരുന്ന കാമുകിക്കുണ്ടായ കുഞ്ഞ ഈ അലീന. അവൾക്കിപ്പം 10-22 വയസ്സുണ്ട്. അവൾക്ക് ബാലചന്ദ്രന് അന്നുണ്ടായിരുന്ന ബന്ധത്തിൽ ഉള്ള കുഞ്ഞ ഈ അലീന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ വൈജ വല്ലാണ്ട് അങ്ങാവുക. വൈജ എന്താ ഈ പറയുന്നത്? എന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്? അല്ല ബാലചന്ദ്രൻ, ഞാൻ വിശ്വസിക്കത്തില്ല ഒരിക്കലും. ബാലചന്ദ്രൻ അങ്ങനെ ഒരാളല്ല. അലീനെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെയോ ഉദ്ദേശം കൊണ്ടാ. അല്ലാതെ ഒരിക്കലും ബാലചന്ദ്രൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും അവിഹിതത്തിലുള്ള ബാലചന്ദ്രന്റെ കുഞ്ഞൊന്നും അല്ല അലീന എന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു എന്നും പറഞ്ഞ് കമല ഇങ്ങ് വന്നു. കമല പറഞ്ഞു, വൈജെ, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബാലചന്ദ്രൻ പാവത്താനെ പോലെ ഇരുന്നിരുന്നേ നിന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു, ഇത്രയും നാളും നിന്നെ ചതിക്കുകയായിരുന്നു. അലീന ആരാണെന്നേ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അലീന ആരാണെന്ന് വ്യക്തമായിട്ട് നീ വേണമെങ്കിൽ പോയി ചോദിക്കുക നിന്റെ കെട്ടിയൻ ബാലചന്ദ്രനോട്. അവനും പറയും ആരായിരുന്നു അലീന എന്ന്. അലീന സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണെന്ന് സമ്മതിച്ചു. എൻ്റെ ശിവേട്ടനോട് സമ്മതിച്ചു. അതുപോലെ തന്നെ അവിടെ ഇരുന്ന എല്ലാവരോടും സമ്മതിച്ചു. പിന്നെ എന്താ ഇനിയും സത്യം ഞങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് ഇതൊക്കെ വെറുതെ നിന്നോട് തുറന്നു പറയേണ്ട കാര്യം ഞങ്ങൾക്കുണ്ട്? വെറുതെ ഞങ്ങൾക്ക് ഇതൊന്നും വിളിച്ചു പോയി പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ബാലചന്ദ്രന്റെ വായിൽ നിന്ന് വീണ ഓരോരോ വാക്കുകളാണിത്. ബാലചന്ദ്രൻ തന്നെ പറഞ്ഞ ഓരോരോ കാര്യങ്ങളാണിത്. ഒരിക്കലും ഇത് ഞങ്ങൾ സ്വയമേ ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വൈജയുടെ ആ ഒരു സമനില അങ്ങ് തെറ്റുവാണ് കേട്ടോ. ഞാൻ സമ്മതിക്കില്ല. ബാലചന്ദ്രനാകെ 3 മക്കളേ ഉള്ളൂ. ഒരെണ്ണം രോഹിത്തും ബബിതയും കൃഷ്ണമോളും. അവരല്ലാതെ ബാലചന്ദ്രന് വേറെ മക്കളില്ല. ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എത്ര അംഗീകരിച്ചു കൊടുത്തില്ല എങ്കിലും ഇനി നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഒരു മോളും കൂടെ വന്നേക്കുക അവകാശിയായിട്ട്. ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിൽ കൊണ്ട് ഒരു കേസ് പോലും കൊടുക്കാൻ പറ്റത്തില്ല. അവകാശം ചോദിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തള്ളിക്കളയാൻ പറ്റുമോ? തള്ളിക്കളയാനും പറ്റത്തില്ല, കൊന്നുകളയാനും പറ്റത്തില്ല. എല്ലാം ഇനി സഹിക്കുക, അത്ര തന്നെ. അയാൾ എല്ലാവരെയും പറ്റിച്ചു, വഞ്ചിച്ചു. അപ്പോഴത്തേക്കും ശിവൻ പറഞ്ഞു കേട്ടോ, ഇനിയിപ്പം നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പം അയാളുടെ 3 മക്കളെയും നീ പ്രസവിച്ചു. ഇനിയിപ്പം ഒരു അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് വിടുക. ഇനിയിപ്പോൾ പോലീസ് കേസുമായിട്ടോ കോടതിയായിട്ടോ പട്ടാളമായിട്ടോ ആരുമായിട്ടോ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞ് പുറത്താക്കുക. അതെങ്ങനെയെങ്കിലും ശ്രമിക്കുക. അല്ലാതെ വേറൊന്നും ഇതിലില്ല. അവൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവളെ ഒഴിവാക്കുക. ഇനിയിപ്പം പുറകെ ആരെങ്കിലുമൊക്കെ തേടി വരും. തള്ളയാണെന്നും പറഞ്ഞുകൊണ്ട്, ബാലചന്ദ്രന്റെ പഴയ കാമുകിയാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെയും കയറ്റി വീട്ടിൽ വിളിച്ചിരുത്തി വിരുന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവില്ല വൈജെ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തെങ്കിലും
അത്യാവശ്യം അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തങ്ങ് ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടിട്ടാണ് നമ്മുടെ വൈജയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. വൈജ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് കലി പിടിച്ച് നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി ചോദിച്ചു, വൈജ എന്താ മോളെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല കഥകളൊന്നും അമ്മ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. എന്ത് കഥ? അല്ല കഥയൊക്കെ അമ്മ അറിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമായിരുന്നല്ലോ ബാലചന്ദ്രനെ, മരുമകനായിട്ടല്ലല്ലോ മകനായിട്ടല്ലേ അമ്മ കണ്ടത്. എന്നിട്ടിപ്പോൾ കേട്ടോ, അയാളെ വെറും വൃത്തികെട്ടവനാ, വഞ്ചകനാ, അയാളെന്നെ ചതിച്ചു. അറിയാമോ, 22 വർഷം മുമ്പ് ഒരു കാമുകിക്കുണ്ടായിരുന്ന കാമുകിക്ക് ആ ബന്ധത്തിലുണ്ടായ മകളാ അലീന. നമ്മളെല്ലാവരെയും പറ്റിച്ച് ഇത്രയും നാൾ വിഡ്ഢിയാക്കുമായിരുന്നു. അവളെ സ്വന്തം സ്വന്തം രക്തത്തിൽ പിറന്ന ബാലചന്ദ്രന്റെ ചാരസന്തതി. ഇത് കേട്ടത് മുത്തശ്ശിക്കും അങ്ങ് വല്ലാണ്ടായിട്ടോ. മുത്തശ്ശി ചോദിച്ചു, എന്താ വൈജ നീ വിളിച്ചു പറയുന്നത്? ഇല്ലാക്കത പറയരുത് കേട്ടോ, ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല ഒന്നും വിളിച്ചു പറയുന്നത്, എനിക്ക് ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയേണ്ട ഒരാവശ്യവുമില്ല. ജാരസന്തതി എന്ന് പറഞ്ഞ ജാരസന്തതി തന്നെയാ. 22 കൊല്ലം മുമ്പ് പ്രേമിച്ച് നടന്നതാ ഒരുത്തീനെ. ഇതിലുണ്ടായ കുഞ്ഞ അലീന, അവളെ ഇപ്പം വീട്ടിൽ കൊണ്ട് വെച്ച് പൊറപ്പിച്ചിരിക്കുന്നത്. അല്ലാതെയേ അവള് വേറെ ആരുമല്ല, ബാലചന്ദ്രന്റെ കാമുകിയോ അങ്ങനെയോ ആരുമല്ല, സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം കുഞ്ഞ്. എന്നെ ഇത്രയും നാളെ അയാൾ വഞ്ചിക്കുമായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി അങ്ങ് മാറി കേട്ടോ. മുത്തശ്ശി അത്രയും നേരം മുത്തശ്ശിക്ക് സത്യം പറഞ്ഞ ബാലചന്ദ്രനോട് ഒരിറ്റ് സ്നേഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ നീ എങ്ങനെയാ ദുഷ്ടന്റെ കൂടെ ജീവിക്കുക? അങ്ങനെ ഒരു ചതിയന്റെ കൂടെ നീ എങ്ങനെ ഇനി കഴിയും? നിന്റെ പ്ലാൻ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഒരിക്കലും ഞാൻ വിട്ടു കൊടുക്കില്ല ആർക്കും ഒന്നും. അതാരെയാണെങ്കിലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. അവളെ ഞാൻ വെളി ചാടിക്കും. ഏത് ചാരസന്തതിയാണെങ്കിലും അവളെ ഞാൻ വെളി ചാടിച്ചിരിക്കും. അവളെ ഇനി ഒരിക്കലും ആ വീട്ടിനകത്ത് ഞാൻ വെച്ച് പൊറപ്പിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ പുറകെ അവളുടെ തള്ളയും കൂടെ കയറി വരുന്നത് കാണാൻ വേണ്ടി എനിക്ക് പറ്റില്ല. ഇത് എന്താ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇത്രയും നാളും മറ്റുള്ളവരുടെ മുമ്പിൽ പകൽ മാന്യനായിട്ട് നടക്കുമല്ലായിരുന്നു ബാലചന്ദ്രൻ. ഇപ്പോഴെങ്കിലും അയാളുടെ തനി സ്വരൂപം വെളിയിൽ വന്നല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിത് സഹിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നുണ്ട്. സ്വന്തം രക്തമാണ് നമ്മുടെ അലീന എന്നറിയാതെ തൻ്റെ ഭർത്താവ് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വൈജയെ മറ്റുള്ളവരുടെ മുമ്പിൽ വൈജയ്ക്കൊരു അപമാനം വേണ്ട എന്ന് ഓർത്തിട്ടാണ് സത്യം പറഞ്ഞ ബാലചന്ദ്രൻ എല്ലാ കള്ളത്തരവും ഏറ്റെടുത്ത് സ്വയം ബലിയാടായിട്ട് നിൽക്കുന്നതെന്ന് അറിയാതെ വൈജ ഇനി ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈജയോട് അത്രയ്ക്ക് വെറുപ്പും വിരോധവും തോന്നിട്ടോ. വൈജയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ്. വൈജയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണാനും അത് ക്ഷമിക്കാനും അംഗീകരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മുടെ ബാലചന്ദ്രന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏതായാലും ബാലചന്ദ്രനെ ഈ സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ റൂമിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും അലീന കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എല്ലാ കാര്യങ്ങളും മനുവേട്ടനോട് പറഞ്ഞല്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും, പറഞ്ഞു മോളെ, എന്തിനു ഞാൻ പറയാതിരിക്കണം, അവനെല്ലാം അറിയണം. കാരണം നിന്റെ ഈ കൈതക്കൽ കുടുംബത്തിൽ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ചയും ഉള്ളത് ബാലചന്ദ്രനല്ല, മനുവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അവൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എന്നോട് മനുവേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു, മനുവേട്ടൻ ഒരുപാട് സങ്കടമായിപ്പോയി. ഞാൻ മനുവേട്ടനോട് ഇത് ആദ്യം പറഞ്ഞില്ലല്ലോ. മനുവേട്ടൻ എന്നെ ഒരുപാട് താങ്ങിയതല്ലേ, മനുവേട്ടൻ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്നതല്ലേ. അപ്പോൾ മനുവേട്ടൻ ഒരുപാട് സങ്കടമായി പോയി അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊന്നും സാരമില്ല മോൾ, അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇനി ആരും മോളെ ചോദ്യം ചെയ്യാനായിട്ട് വരത്തില്ല. മോൾ എൻ്റെ കുഞ്ഞ് തന്നെ, എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് തന്നെയാണ്. അങ്ങനെ മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ, എല്ലാവരും അറിയത്തുള്ളൂ. ഒരിക്കലും നിന്റെ അമ്മയെ പിഴച്ചവളാണെന്നോ നിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്നോ ഒന്നും ആരും അറിയില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളുടെ അമ്മേനെ കൊല്ലാനും എൻ്റെ മക്കൾക്ക് അമ്മയെ ഇല്ലാതാക്കാനും എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് മോളെ ഞാൻ ഇതൊന്നും പുറത്ത് പറയാതിരുന്നതെന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന നമ്മുടെ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇത്രയും നല്ലൊരു മനസ്സുള്ള മനുഷ്യൻ്റെ കാണാനായിട്ട് അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട്. ഇത്രയും നല്ല സ്നേഹമുള്ളൊരു ഭർത്താവാണല്ലോ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയതെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന കരയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജ തിരിച്ച് വീട്ടിലെത്തുവാണ്. വൈജ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അലീന അവിടെ ഉണ്ട്. അപ്പോൾ അലീനയോട് വൈജ നേരെ ചെന്ന ഉടനെ അലീനയോട് ചോദിക്കുന്നുണ്ട്, എടി അപ്പം നീ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണല്ലേടി നീ ഈ വീട്ടിലേക്ക് കയറി വന്നത്? അയാളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന മോളായിരുന്നല്ലേടി നീ? എന്നിട്ട് നീ ഇത്രയും നാളും ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വലിയ ശീലാവതി ആയിട്ട് നിന്ന് നീയെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലേടി? നീയും നിന്റെ അച്ഛനും കൂടെ ചേർന്ന് ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഒന്നും പറയാനില്ല. അലീന മിണ്ടാതെ എല്ലാം നിന്ന് കേൾക്കുക. അപ്പൊ എല്ലാം നിന്ന് മിണ്ടാതെ കേൾക്കുമ്പോഴത്തേക്കും
ഈ മിണ്ടാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരാള് ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ വൈജയ്ക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വൈജ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ വായിക്കകത്ത് പഴമാണോടി, നീ എന്താടി മിണ്ടാതിരിക്കുന്നത്, നിനക്കെന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല, ഇത്രവും നീളമുള്ള നാക്കുണ്ടായിരുന്നല്ലോ, നീ ഇതല്ലായിരുന്നല്ലോ ഇത്രവും നാൾ ഇവിടെ കിടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, മര്യാദയ്ക്ക് പറയടി നിന്റെ വായിക്കകത്ത് എന്താടി, നിന്നെ ഇവിടെ ഞാൻ വെച്ച് പൂർപ്പിക്കത്തില്ല, ഇനി അയാളെയും കൂടെ ഞാനൊന്ന് കയറി പോയി കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്ലീസ് മേഡം ഒന്ന് അച്ഛൻ്റെ അടുത്തൊന്ന് പോകാതിരിക്കും, പ്ലീസ് അച്ഛൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. എന്താടി നിന്റെ അനുവാദം വേണോടി, നിന്റെ അച്ഛനും കൂടെ ആണല്ലോ, അല്ല ഒരു പ്രത്യേക കടപ്പാട് കാണുമല്ലോ, അയാൾക്ക് ആദ്യം ഉണ്ടായ കുഞ്ഞല്ലേ, നീ ആയിരിക്കുമല്ലോ അയാളെ ആദ്യം അച്ഛാന്നൊക്കെ വിളിച്ചത്, അപ്പൊ ആ ഒരു സ്നേഹം നിന്നോട് കാണൂടി, ഏതായാലും ആ സ്നേഹം വെച്ചോണ്ട് നിന്നെ ഇവിടെ അധികം നാൾ വെച്ച് പൊറപ്പിക്കത്തില്ല ഈ ഞാൻ, നിർത്തിക്കോടി അച്ഛനും മോളും തമ്മിലുള്ള എല്ലാ ഇടപാടും അയാളെ ഞാൻ നാണം കെടുത്തൂടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്ലീസ് മേഡം ഒന്ന് പതുക്കെ പറ, അച്ഛൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും, മേഡം വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, മേഡം അതൊന്ന് മനസ്സിലാക്കുക പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ മേഡത്തിന് വേണ്ടിയാ ഇത്രയും അച്ഛൻ ത്യാഗം ചെയ്യുന്നത് എന്നെങ്കിലും ഒന്ന് ഓർത്ത് മേഡം ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊറുക്കാനും ക്ഷമിക്കാനും അയാളോട് മാത്രം ഞാൻ പൊറുക്കുകയും ക്ഷമിക്കുകയില്ല, ഇത്രയും നാളും ഞാൻ അയാൾ പറയുന്നത് കേട്ടും മിണ്ടാതിരുന്നത് എന്താണെന്ന് ഓർത്തുകൊണ്ടാണ് നീ വിചാരിച്ചത്, അയാൾ നല്ലവനാണെന്നും അയാൾ സത്യം മാത്രമേ എന്നോട് പറയത്തുള്ളെന്നും അതുപോലെ കുറച്ച് നല്ല കാര്യങ്ങൾ അയാളിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പം കൈതക്കൽ വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ടിരുന്ന അവനാണ് ഇപ്പം ഇവിടെ വന്നിരുന്ന് എൻ്റെ മുമ്പിലിരുന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് എൻ്റെ ഭർത്താവായിട്ടിരുന്ന് എൻ്റെ മക്കളുടെ അച്ഛനായിട്ടിരുന്ന് ചോറ് കഴിക്കുന്നത്, അത് എൻ്റെ ഔദാര്യമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് തുടങ്ങി കേട്ടോ വൈജ, അങ്ങനെ അതും ഇതും ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ വൈജ അണ്ണാക്കി പിരിവെട്ടി അവിടെ ഇരിക്കുകയുള്ളൂ, വേറൊന്നുമല്ല. നമ്മുടെ വൈജ അങ്ങാണം നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് എന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ, നമ്മുടെ ബാലചന്ദ്രൻ വല്ലതും വിളിച്ചു പറഞ്ഞാൽ വൈജയുടെ അഹങ്കാരം അവിടെ തീർന്ന് തകർന്ന് ആകുകയുള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊന്നുമല്ല, നമ്മുടെ രോഹിത്തും അതുപോലെ അലീനയുടെ അതായത് അലീന ആരാണെന്നുള്ള സത്യമൊക്കെ രോഹിത്തും ഒക്കെ അറിയാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇനി. അപ്പം രോഹിത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണം, കാരണം രോഹിത്തൊക്കെ സ്വന്തം രക്തമാണല്ലോ, സ്വന്തം രക്തത്തിനെ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പം രോഹിത്തും കാര്യങ്ങളൊക്കെ പതുക്കെ അറിയാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അലീനയും നമ്മുടെ മനുവും തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ സീനുകൾ, അവരുടെ ഒരു കുറച്ച് ലവ് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പം അങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് നമ്മുടെ മനുവിന് സ്വന്തം മുറപ്പെണ്ണാണല്ലോ, സ്നേഹിക്കാമല്ലോ, അപ്പം അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷം ഞാൻ ഒരു നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അടുത്ത ആഴ്ചത്തെ ഫുൾ വിശേഷം ഞാനൊരു നെക്സ്റ്റ് വീക്ക് പ്രമോ ചെയ്യാം. സാധാരണ എല്ലാ പ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇടുന്നതാണ്. അപ്പം നമ്മളതൊന്ന് ചെയ്യാം, നാളെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ഒക്കെ ആയിട്ട്, ഈ സമയത്തൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.